രാവിലെ ഈ ചോക്ലേറ്റ് ഷേക്ക് വേണമെന്ന് എൻ്റെ കുട്ടിക്ക് ഒരേ വാശി. എന്നാൽ പഴങ്കഞ്ഞി ഷേക്ക് ആയാലോ എന്ന് ചോദിച്ചപ്പോൾ കാര്യം മനസ്സിലായില്ലെങ്കിലും ആൾക്ക് ഡബിളൊക്കെ. പിന്നെ ഒന്നും നോക്കിയില്ല, ഇന്നലത്തെ വെള്ളച്ചോറ് അങ്ങോട്ട് എടുത്തു. കട്ട തൈരും പിന്നെ കുറച്ച് ഉള്ളിയും ഒരു പച്ചമുളകും കൂടി അങ്ങോട്ട് ഇട്ടു. പിന്നെ പാകത്തിന് ഉപ്പും. എന്നിട്ട് എൻ്റെ സ്വന്തം കൈകൊണ്ട് തന്നെ നല്ല അസലായിട്ട് ഞെരടി പിഴിഞ്ഞ് എടുത്തു കേട്ടോ. ഇനി ഇതിങ്ങനെ കൈയിട്ട് കുഴയ്ക്കുന്നത് കാണുമ്പോൾ ഇത് ഹൈജീനിക് അല്ല എന്നൊന്നും പറയരുത്. നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ അമ്മയുടെ കൈ കൊണ്ട് കുഴച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിന് മക്കൾക്ക് ഇരട്ടി ടേസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഇതിൻ്റെ കൂടി ഒരു നാരകത്തിൻ്റെ ഇലയും കൂടിയിട്ട് ഞെരടിയ അടിപൊളി ടേസ്റ്റുമാണ്, നല്ല സ്മെല്ലും കിട്ടും കേട്ടോ. നാരകത്തിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുനാരങ്ങയുടെ ഇല, കൂട്ടത്തിൽ 2 കഷ്ണം ഉപ്പിലിട്ട മാങ്ങയും കൂടി ഉണ്ടെങ്കിൽ ആഹാ അന്തസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഷേക്ക് എടുത്ത് ഗ്ലാസ്സിലോട്ട് പകർത്താമല്ലേ. അവിടെ ഒരാൾ ക്ഷമ കെട്ട് നിൽക്കുകയാണേ. ഷേക്ക് വരുന്നതിനകത്ത് നല്ല മധുരമുള്ള ഷേക്ക് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾക്ക് ഇതുകൊണ്ട് കൊടുക്കുമ്പോൾ എന്തായിരിക്കും റിപ്ലൈ എന്ന് നോക്കിയാൽ. ചാലു വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആൾ സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, മുഖം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്. ആൾ കുടിക്കണൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഈ ചോക്ലേറ്റ് ഷേക്കും ഷാർജ ഷേക്കും മറ്റുള്ള ഷേക്കുകളൊക്കെ കുടിച്ചാൽ മതിയോ? ഇങ്ങനെയുള്ള ആരോഗ്യമുള്ള സാധനങ്ങളൊക്കെ കഴിക്കണ്ടേ. പഴങ്കഞ്ഞി കുടിച്ചപ്പോൾ എൻ്റെ കുട്ടിക്ക് മീശ വന്നു കേട്ടോ, വെള്ള മീശ. അല്ലെങ്കിലും ഈ വേനൽക്കാലത്ത് ശരീരവും മനസ്സുമൊക്കെ നന്നായി തണുത്തിരിക്കാനും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ക്ഷീണമൊന്നും തോന്നാതിരിക്കാനൊക്കെ പഴങ്കഞ്ഞി ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു 11 മണിയാകുമ്പോൾ ഒരു ചെറിയ ഗ്ലാസ് ഇതങ്ങോട്ട് കുടിച്ചാൽ അടിപൊളിയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിൻ്റെ രുചിയും ഗുണമൊന്നും അറിയില്ലല്ലോ. പക്ഷെ നമ്മൾ അവർക്ക് ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കണം, അവരും അറിയട്ടെ പഴമയുടെ രുചികളൊക്കെ. കാര്യം അവന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലും ഞാനും കുടിച്ചു ഒരു ഗ്ലാസ്. ഞാൻ കുടിച്ചപ്പോൾ എനിക്കും വന്നു ഒരു കുഞ്ഞുമീശ. ഇനി ഇത് ഷേക്കാണെന്ന് തോന്നുന്നില്ലെങ്കിൽ ഇതുപോലെ ഷേക്ക് ചെയ്ത് അങ്ങോട്ട് കുടിച്ചാൽ മതി കേട്ടോ. അപ്പോഴേ എല്ലാവരും കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ. കല്യാൺ രാമിൽ ദിലീപേട്ടൻ പറഞ്ഞ പോലെ എല്ലാവരുടെ ആരോഗ്യവും ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട്.